നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫറവോനുണ്ടായ ആ ദർശനത്തെക്കുറിച്ച് പഠിക്കുവാനിടയായി തീർന്നു. നല്ല വസ്തുക്കളെ ചീത്ത വസ്തുക്കൾ വിഴുങ്ങിക്കളയുന്ന സാഹചര്യം, നല്ല കതിരുകളെ മെലിഞ്ഞ കതിരുകൾ വിഴുങ്ങിക്കളയുന്ന അന്തരീക്ഷം. നോക്കൂ, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് ഫറവോന് ലഭ്യമാകുവാനിടയായി തീർന്നത്. ആ ദർശനത്തിന് ഒരു വ്യാഖ്യാനം കണ്ടെത്തുവാൻ ആ ദേശത്തുള്ള സകല ആളുകളെയും, വിശേഷാൽ അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളുടെ സഹായം ഫറവോൻ അഭ്യർത്ഥിച്ചുവെങ്കിലും അത് ലഭ്യമാകാതെ വന്ന സന്ദർഭത്തിലാണ് പാനപാത്ര വാഹകൻ ജോസഫിനെ കുറിച്ച് ഓർക്കുവാനിടയായി തീർന്നത്. ഇന്ന് പോൽക്കാലം നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും കർത്താവ് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഏതാനും നാളുകൾക്ക് മുമ്പേ ജോസഫിനെ ഈ പാനപാത്രവാഹകൻ ഓർത്തിരുന്നെങ്കിൽ തനിക്ക് ഏതെങ്കിലും ഒരു ജോലി ചിലപ്പോൾ ലഭ്യമാകുമായിരുന്നു, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭ്യമാകുമായിരുന്നു, അല്ലെങ്കിൽ പാനപാത്രവാഹകന്റെ തന്നെ ഒരു അസിസ്റ്റന്റായി പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള സാമാന്യമായ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ പാനപാത്രവാഹകന് ജോസഫിന് വേണ്ടി ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. എങ്കിലും ജോസഫിനെ വിളിച്ച ദൈവത്തിന് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അതിൻ്റെ സമാപ്തിയിലേക്ക്, നമ്മൾ സാധാരണ പറയുന്നത് പോലെ ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് താമസിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. താമസിച്ചാലും അത് വരും, നിശ്ചയം. ഹല്ലേലൂയ. നോക്കൂ, അവന്റെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വ്യത്യാസം വരാൻ എന്താണ് ജോസഫിന്റെ നിർദ്ദേശം എന്ന് നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കാം. നോക്കൂ, ഈ ഹാനികരമായ സാഹചര്യത്തെ തരണം ചെയ്യണമെങ്കിൽ, ഏത് ഹാനികരമായ സാഹചര്യം? സമൃദ്ധിയുടെ 7 വർഷം വരും, അതിനുശേഷം ക്ഷാമത്തിന്റെ 7 വർഷം വരും. ഇല്ലെങ്കിൽ നന്മയെ തിന്മ വിഴുങ്ങിക്കളയുന്ന ആ സാഹചര്യത്തിൽ നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ അതിൻ്റെ പ്രതിവിധി എന്താണ് ജോസഫ് നിർദ്ദേശിച്ചത്? രാജാവ് ഒരു കാര്യം ചെയ്യണം. ഈ സാഹചര്യത്തെ അതിജീവിക്കണമെങ്കിൽ പരിജ്ഞാനവും വിവേകവുമുള്ള ഒരാളിനെ കണ്ടെത്തണം. അവിടെ അല്പസമയം ഇന്ന് രാവിലെ സമയം നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് പരിജ്ഞാനമുള്ള ആളുകളെ ആവശ്യമുണ്ട്. ദൈവത്തിന് വിവേകമുള്ള ആളുകളെ ആവശ്യമുണ്ട്. എല്ലായ്പ്പോഴും ദൈവസഭയുടെ കെട്ടുപണിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോഴെല്ലാം ജ്ഞാനത്തിന്റെ ആവശ്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. നോക്കൂ, വേദനാജനകമായ ഒരു സാഹചര്യമാണത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. അപ്പോൾ നമുക്ക് നോക്കൂ, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അപ്പോൾ ശരിയായ നേതൃത്വം, ശരിയായ പരിചരണം, ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന അന്തരീക്ഷം ഇല്ലെങ്കിൽ അതെവിടേക്ക് നയിക്കും എന്നാ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്? തീർച്ചയായും അത് നാശത്തിൽ അവസാനിക്കുമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ദൈവസഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. നോക്കൂ, അപ്പോൾ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി, ദേവാലയത്തിന്റെ പണിയുടെ മാതൃക ദൈവം കാണിച്ചു കൊടുത്തത് മോശയ്ക്കാണ്. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിക്കുന്നു. അപ്പൊ നടത്തിപ്പ് സംബന്ധിച്ചുള്ള കാര്യം ദൈവം ഏൽപ്പിച്ചത് അവിടെ കാര്യക്കാരായി നിൽക്കുന്ന ആരെയുമല്ല, മറിച്ച് ആരെയാണ്? മോശയാണ് ദൈവം ആ കാര്യം ഏൽപ്പിച്ചത്. അപ്പോൾ തന്നെ ദൈവാലയത്തിന്റെ പണിയുടെ ആ യഥാർത്ഥ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അവൻ 2 പേരെ തെരഞ്ഞെടുത്തു. ആരൊക്കെ അത്? ഒഹോലിയാബും ബെസലേലും ഒഹോലിയാബും. ഈ 2 പേരെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതയെക്കുറിച്ച് പറഞ്ഞത് എന്താ?
അവര് ജ്ഞാനമുള്ളവരായിരിക്കണം. ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സഭ അതിന്റെ കെട്ടുറപ്പോടുകൂടെ മുമ്പോട്ട് പോവുകയുള്ളൂ. ഹല്ലേലൂയ. ഓരോ ദൈവ പൈതലും ദൈവിക ജ്ഞാനം ലഭ്യമാകുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. വിശേഷാൽ ഈ പണിയുടെ കാര്യം ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഏത് വ്യക്തിയും ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവനായിരിക്കണം. അവൻ ദൈവത്തിന്റെ പരിജ്ഞാനം ഉള്ള വ്യക്തിയായിരിക്കണം. നോക്കൂ, അനേക കാര്യങ്ങൾ പൗലോസ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ച ആ വേദഭാഗം, കൊരിന്ത്യർക്ക് എഴുതിയ ആ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. എനിക്ക് ലഭ്യമായ ദൈവകൃപയ്ക്കൊത്തവണ്ണം എങ്ങനെ ചെയ്യുന്നുവെന്നാ ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി. നോക്കൂ, ഇന്നും ക്രിസ്തീയ സഭ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ശില്പികളായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ അവൻ ഒന്നാമത് തന്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനിടയായി തീർന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. ഹല്ലേലൂയ. പരിജ്ഞാനം ദൈവസഭയുടെ കെട്ടുപണിക്കും അതിന്റെ നിർമ്മിതിക്കും അതിന്റെ നിലനിൽപ്പിനും എന്താവശ്യമാണ്? പരിജ്ഞാനം ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കാര്യങ്ങൾ വകതിരിച്ച് മനസ്സിലാക്കി, തെറ്റിനെയും ശരിയെയും വകതിരിച്ച് മനസ്സിലാക്കി ശരിക്കു വേണ്ടി നിലനിൽക്കുവാനും അതിനെ വിജയത്തിലേക്ക് എത്തിക്കുവാനും കഴിയുകയുള്ളൂ എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, പരിജ്ഞാനമില്ലായികയാൽ ജനം നശിച്ചു പോകുന്നു. ആ കാരണം കൊണ്ട് മാത്രമല്ല ജനങ്ങൾ നശിച്ചു പോകുന്നത്. ഒരു വാക്യം കൂടി ഒന്ന് വായിച്ച്, സദൃശവാക്യം 11-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ച്. സദൃശവാക്യം 11-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. താണ്ട കിടക്കുന്നു, പരിപാലനമില്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. അപ്പൊ പരിജ്ഞാനം കൊണ്ട് മാത്രമായില്ല, ജനം പുരോഗതി പ്രാപിക്കണമെങ്കിൽ, ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ, ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ, നന്മയുണ്ടാകണമെങ്കിൽ അതിനോട് ചേർന്ന് എന്തുകൂടെ വേണം? പരിപാലനം ഉണ്ടായിരിക്കണം. ചില സഭകളുണ്ട്, ചില സഭകൾ അവർ പറയുന്ന പാസ്റ്റർമാരുടെ ആവശ്യമില്ലെന്നാ. പാസ്റ്റർമാരെന്തിനാ? കൂട്ടത്തിൽ മൂപ്പനൊരാളെ കണ്ടിട്ടാ പോരെ, എന്നിട്ട് പുള്ളിക്കറിയാവുന്ന കാര്യം പുള്ളി പറഞ്ഞാൽ പോരെ? പറ്റത്തില്ല. കാരണം പരിപാലനം ഇല്ലായികയാൽ എന്റെ ജനം എന്തോ പ്രാപിക്കുന്നു? അധോഗതി പ്രാപിക്കുന്നു. ആ ആശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിണങ്ങരുത്, അങ്ങോട്ട് നോക്കിയാൽ മതി. ആ പരിസ്ഥിതി തന്നെ പോകുന്നത്. പരിപാലനമില്ലാത്തിടത്ത് ജനത്തിന് എന്ത് സംഭവിക്കുന്നു? അധോഗതി പ്രാപിക്കുന്നു. അപ്പോൾ ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇടുന്നു എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ഈ പരിജ്ഞാനം പല കാര്യങ്ങളും ചെയ്യും. ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒരു കമന്ററിയിലും എനിക്കതിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിച്ചു. അതിൻ്റെ അർത്ഥം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് വായിക്കാം. സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. വന്നു, അത് നിരോധിച്ചു, അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. നോക്കൂ, ഇത് ശലോമോൻ പറഞ്ഞിരിക്കുന്ന, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ, പഴയ നിയമത്തിലെ ഒരു ഉപമയാണിത്. എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു പട്ടണം, അവിടെ ആൾപ്പാർപ്പ് കുറവായിരുന്നു. ആൾപ്പാർപ്പ് കുറവുള്ള ഒരു പട്ടണത്തിൽ ആ പട്ടണത്തിനെതിരെ ശക്തിയുള്ള ഒരു രാജാവ് വന്ന് അതിനെ നിരോധിച്ച് അവിടെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുവാൻ ഇടയാക്കാതെ വണ്ണം അതിന് ചുറ്റുപാടുമായുള്ള വലിയ മതില് കെട്ടി അതിനെ നിരോധിച്ചു. അവിടെ ജ്ഞാനിയായ ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ തന്റെ ജ്ഞാനം കൊണ്ട് ആ പട്ടണത്തെ രക്ഷിച്ചു എന്നാണ് ഇവിടെ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാ രക്ഷിച്ചതെന്ന് ശലോമോൻ അവിടെ പറഞ്ഞിട്ടില്ല. അയാൾക്ക് ജ്ഞാനമുണ്ടായിരുന്നു, ആ ജ്ഞാനം അയാൾ ഉപയോഗിച്ചു, ആ ജ്ഞാനത്തിൽ കൂടെ അയാൾ ആ പട്ടണത്തെ രക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അതിന്റെ കമന്ററി എൻ്റെ ഉള്ള ഒരെണ്ണം വായിച്ചിട്ട് ആ കമന്ററിയിലും എങ്ങനെയാണ് അദ്ദേഹം ഈ പട്ടണത്തെ രക്ഷിച്ചതെന്ന് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അതിൻ്റെ അകത്ത് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന അങ്ങനെ രക്ഷിച്ച മനുഷ്യനെ ആ പട്ടണവാസികൾ കാര്യമായി എടുത്തില്ലെന്നുള്ളതാണ്. അത് പിന്നെ ഒരു സാധാരണ സംഭവമായതുകൊണ്ട് അത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ അതിൻ്റെ അകത്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 1-2 വേദഭാഗങ്ങളോട് നമുക്ക് വായിക്കാം. സഭാപ്രസംഗി 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ.
2-ാം അധ്യായം അതിന്റെ 14-ാം ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. നോക്കൂ, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഈ വലിയ രാജാവ് വലിയ ഒരു മതില് കെട്ടിയെങ്കിലും ഈ ജ്ഞാനി പുറത്തു നടന്ന സകല കാര്യങ്ങളും കണ്ടു. കാരണം അവൻ ഈ 2 കണ്ണുകൊണ്ട് മാത്രമല്ല കണ്ടത്, അവന് തലയിൽ വേറൊരു കണ്ണുണ്ടായിരുന്നു. വിവേകം എന്നു പേരുള്ള ഒരു കണ്ണുണ്ടായിരുന്നത് കൊണ്ട് ഈ പട്ടണത്തെ നിരോധിച്ച് വലിയ മതിൽക്കെട്ട് കെട്ടിയെങ്കിലും ഇയാൾ കണ്ടു രാജാവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഓരോ ദൈവ പൈതലിനും ഈ കാണുവാനുള്ള 2 കണ്ണല്ലാതെ അതിനപ്പുറത്ത് കാര്യങ്ങൾ കാണുവാനുള്ള ഒരു കണ്ണിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഒരു ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഒരു അറിവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം തന്നെ 8-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. അപ്പോൾ ഒരു വിവേചന വരം ഈ സാധുവായ ജ്ഞാനിയായ മനുഷ്യനുണ്ടായിരുന്നു. അവന് കാലഘട്ടത്തെ വിവേചിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് ഒരിക്കൽ നമ്മളോട് പറഞ്ഞു, ആകാശം ചുവന്ന് കണ്ടാൽ അതെന്താണ് വിളിച്ചറിയിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്തിനെ വിവേചിക്കാൻ കഴിയുന്നില്ല? കാലഘട്ടത്തെ നിങ്ങൾക്ക് വിവേചിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ വിവേചിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ വിവേചിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഒരിക്കലും ഇന്നിരിക്കുന്നത് പോലെ നിർവിചാരികളായി ഇരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാലഘട്ടത്തെ വിവേചിക്കുന്നവൻ ഒരു കാര്യം തിരിച്ചറിയും, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയന്റെ നാടിനോട് ഏറ്റവും അടുത്തിരിക്കുന്നു അറിഞ്ഞ് അവൻ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവനായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ജ്ഞാനി ഒന്ന് സാധാരണക്കാർ കാണാത്ത ചില കാര്യങ്ങൾ മതിലിന് മുകളിൽ കൂടെ അവൻ കണ്ടു. 2, കണ്ട കാര്യത്തെ വിവേചിക്കാൻ അവന് ബുദ്ധി ഉണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു. അവൻ അത് ചെയ്തു. ഇനി 7-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ, മൂഢൻ നല്ല ഒന്നാന്തരം ഒരു പാട്ട് പാടുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി നിർത്തിക്കേ. 2-ാം ഭാഗം ഒന്ന് വായിച്ചേ. മൂഢന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന. അപ്പൊ ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? ശാസിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം കാര്യത്തെ കണ്ടു, അതിനെ വിവേചിച്ചു, വേണ്ടി വന്നാൽ ശാസിക്കാനുള്ള ആംബിയറും ആർക്കുണ്ടായിരുന്നു? ഈ പാവപ്പെട്ട മനുഷ്യൻ. ഇയാൾ പാവപ്പെട്ട മനുഷ്യനാ, അത് മറന്നു പോകരുത്. വലിയൊരു രാജാവാണ് അയാൾക്കെതിരെ വന്നിരിക്കുന്നത്. ആ പട്ടണത്തിൽ ആൾപ്പാർപ്പ് വളരെ കുറവാണ്. അയാൾ അതിന് വേലി കെട്ടി അല്ലെങ്കിൽ മതില് കെട്ടി അതിനെ നിരോധിക്കുകയാണ്. ഇങ്ങനെയുള്ള ചുറ്റുപാടുകളെല്ലാം നടക്കുമ്പോൾ ഈ ചെറിയ പട്ടണത്തെ വലിയ രാജാവിൽ നിന്ന് ഈ ജ്ഞാനി രക്ഷിച്ചു. എങ്ങനെയാണ്? ഈ കാര്യങ്ങളൊക്കെയാണ് തനിക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി സദൃശവാക്യം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. ഇനി ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ശലോമോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരുടെ ഹൃദയം വളരെ ആഴമുള്ളത്. അത് ആരാഞ്ഞറിഞ്ഞവനാ. രാജാക്കന്മാരുടെ ഹൃദയം സാധാരണക്കാർക്ക് ആരാഞ്ഞറിയാനൊക്കത്തില്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ദാവീദ് തന്നെ അബ്നേരിനെ യോവാബ് കൊന്നു കഴിഞ്ഞപ്പോൾ ഇവനൊരു പ്രൊമോഷൻ കൊടുക്കുമെന്ന് ആര് വിചാരിച്ചത്? യോവാബ് വിചാരിച്ചത്. പക്ഷേ ദാവീദ് എന്താ പറഞ്ഞതെന്നറിയാമോ? യവന്മാരാർക്കും മെരുങ്ങുന്ന പുള്ളികളല്ല, ഈ ചോര നിന്റെ പിതൃഭവനത്തിന്റെ തലേ തന്നെ ഇരിക്കട്ടെ, ഞാൻ കൈ കഴുകി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രാജാക്കന്മാരുടെ ഹൃദയം ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ ഒക്കുന്നതല്ല. എനിക്ക് തോന്നുന്നത് ഈ പശ്ചാത്തലങ്ങളെല്ലാം പഠിച്ചപ്പോൾ ഈ ജ്ഞാനിയായ മനുഷ്യൻ ഇയാളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഇയാളുടെ ജ്ഞാനം മുഴുവൻ സമ്പാദിച്ച് അതുകൊണ്ട് ഒരു മുത്തുമാല കോർത്ത് ഈ മനുഷ്യനെ അണിയിച്ചപ്പോൾ അയാൾ വിചാരിച്ചു കാണും, ഇവരെ ആക്രമിക്കണ്ട, തിരിച്ചു പോകാം. എന്താ കാരണമെന്നറിയാമോ? ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലത്. ആകയാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്
പരിജ്ഞാനമില്ലാതെ നമ്മൾ നശിച്ചു പോകുന്നവരാകുവാനല്ല, പരിപാലനമില്ലാതെ നമ്മൾ നശിച്ചു പോകുവാനല്ല. നശിക്കുന്നതിന് വേറൊരു കാരണം കൂടെ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അത് മത്സരം നശിപ്പിക്കുന്നു. പരസ്പരം മത്സരിച്ച് നമ്മൾ നശിച്ചു പോകുവാനല്ല, ജ്ഞാനമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പരിജ്ഞാനമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്? ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അവനുള്ളവനെ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിനോട് ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് ധാരാളമായി നൽകി തരും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു? പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാം ഭൗതിക കാര്യങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമ്മൾ സംരക്ഷിച്ചു വെക്കുന്നത്, തലമുറകൾക്ക് വേണ്ടി സംരക്ഷിച്ചു വെക്കുന്നതും ഭൗതിക കാര്യങ്ങൾ മാത്രമാണ്. ഇന്ന് പോൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കേണ്ടമേ എന്ന് ഇന്ന് പോൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുമോ? നമ്മൾ പരിജ്ഞാനമുള്ളവരായി തീരുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പരിജ്ഞാനമുണ്ടെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്താ? അങ്ങനെ പരിജ്ഞാനമുണ്ടെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്നത്, നിനക്കെതിരെ യുദ്ധത്തിന് വരുന്ന രാജാവ് നിന്നേക്കാൾ എത്ര ശക്തനായാലും, നീ പാർക്കുന്ന പട്ടണത്തിൽ ആൾബലം കുറവായാലും നിനക്ക് ആ പട്ടണത്തെ രക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കുടുംബങ്ങളെ രക്ഷിക്കുന്ന ജ്ഞാനികളെ, പട്ടണത്തെ രക്ഷിക്കുന്ന ജ്ഞാനികളെ, സഭകളെ രക്ഷിക്കുവാൻ കഴിയുന്ന ജ്ഞാനികളെ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ അതിന് ആയുധമാക്കണമെന്ന് നീ ഇന്ന് പ്രാർത്ഥിച്ച്, നീ അതിന്റെ ഒരു ആയുധവാഹകനായി തീരണമെന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമെങ്കിൽ നിന്നെ ഈ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കുന്ന എല്ലാം അങ്ങനെയുള്ളവരെയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം, അതിന്റെ ആദ്യം മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോ. നിങ്ങൾക്കറിയാമല്ലോ ഈ കൊള്ളാവുന്ന ആരാണെന്ന്. 3 യോഗ്യതകളാണ് അവിടെ അവർക്ക് പ്രധാനമായിട്ട് പറഞ്ഞത്. 1, ആത്മാവുള്ളവർ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ. 2, ജ്ഞാനമുള്ളവൻ, അവന്റെ തലയിൽ കണ്ണുണ്ട്, എല്ലാവരും കാണാത്ത കാര്യം അവൻ കാണും. 3, അവൻ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. അങ്ങനെയുള്ളവനാണ് ദൈവസഭയുടെ കാര്യം ചെയ്യേണ്ടത്. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. പരിജ്ഞാനമില്ലാത്തവൻ ഈ കാര്യം ചെയ്യാനിടയായാൽ എന്ത് സംഭവിക്കുമെന്ന വേദപുസ്തകം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? നാശം സംഭവിക്കും, അധോഗതി ഉണ്ടാകും. പരിപാലനമില്ലാത്തിടത്തും പരിജ്ഞാനമില്ലാത്തിടത്തും മത്സരം നിലനിൽക്കുന്നിടത്തും ജനം അധോഗതി പ്രാപിക്കും എന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മൾ അധോഗതി പ്രാപിക്കുവാനല്ല. ബുദ്ധിമാന്റെ യാത്ര എങ്ങോട്ടാ? അവന്റെ യാത്ര മുകളിലേക്കാണ്. ഹല്ലേലൂയ. ഇന്നലേക്കാൾ ആത്മീകമായി ഉത്തേജനം പ്രാപിച്ച നിലവാരത്തിൽ, ഇന്നലത്തേനേക്കാൾ സൗഖ്യം പ്രാപിച്ച നിലവാരത്തിൽ, ഇന്നലത്തേനേക്കാൾ അനുഗ്രഹം പ്രാപിച്ച നിലവാരത്തിൽ ഇന്നൊരു ദൈവവൈതലായിരിക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ നമുക്ക് പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കാര്യം പറഞ്ഞു, ഇതൊന്നും ജോസഫ് പറഞ്ഞത് അവന് വേണ്ടിയല്ല. എന്നാൽ അവൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതൊക്കെയുള്ള നിന്നേക്കാൾ വേറൊരുത്തരെ ഇനി ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാ? ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉള്ള ഒരുത്തനെ ഇനി ഞാൻ പറഞ്ഞ ഉപമയൊന്ന് നോക്ക്. വലിയൊരു രാജാവ് വന്നൊരു പട്ടണത്തെ നിരോധിച്ചു. ചെറിയൊരു മനുഷ്യൻ ജ്ഞാനം കൊണ്ട് ആ പട്ടണത്തെ രക്ഷപ്പെടുത്തിയതുപോലെ നിന്റെ ജ്ഞാനം കൊണ്ടും നിന്നിൽ അധിവസിക്കുന്ന ആത്മാവ് കൊണ്ടും ഈ മിസ്രയീമിനെ രക്ഷപ്പെടുത്താം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ലോകം ഈ സാക്ഷ്യം പറയുവാൻ ഇടയാകണം. നമ്മുടെ അയൽവാസികൾ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയായി തീരണം. ലോകം മുഴുവൻ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയാകണം. നിന്നെ പോലെ ആത്മാവുള്ള ഒരു മനുഷ്യനെ എവിടെ കണ്ടെത്തും? നിന്നെ പോലെ പരിജ്ഞാനമുള്ള ഒരു മനുഷ്യനെ എവിടെ കണ്ടെത്തും? നിന്നെ പോലെ വിവേകമായി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ എവിടെ കണ്ടെത്തും? നിന്നെ തന്നെ ഞാൻ ഇത് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുന്ന നിലവാരത്തിലേക്ക് നാം എത്തപ്പെടുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ നമ്മൾ എന്താ പ്രാപിക്കേണ്ടത്? ഒന്ന് വായിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ച്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും. നോക്കൂ, നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ പെന്തക്കോസ്ത് ആരാധനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, നമ്മൾ ആത്മാവിന്റെ പുതുക്കത്തിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണ്. അപ്പൊ അക്ഷരത്തിന്റെ പഴക്കമല്ല, ആത്മാവിന്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ആത്മാവ് നിറഞ്ഞവരായി. സങ്കീർത്തനങ്ങളാലും, അതിന് തൊട്ടു മുകളിലത്തെ വാക്യം വീഞ്ഞു കുടിച്ചു മത്തരാകരുത്. ചില ആളുകൾ വേദപുസ്തകത്തിൽ നിന്ന് ആ വാക്യം കൊണ്ട് വരുന്നത് വീഞ്ഞു കുടിക്കുന്നതിനും മദ്യം ഉപയോഗിക്കുന്നതിനും. അവൻ പറയുന്ന മുടിയുന്നവൻ ഇച്ചിരൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുടിയാനിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കൊരു അരത്തോളം കൂടെ തന്നാട്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇരിക്കുന്നത്. അല്ല, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, മറിച്ച് നിനക്ക് മത്തരാകാൻ വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, അത് വീഞ്ഞിനല്ല, ആത്മാവ് നിറഞ്ഞവരായി. അപ്പം അതുകൊണ്ടാണ് ആത്മനിറവുള്ളവൻ ഭ്രാന്തൻ. അപ്പൊ ഒരുത്തർ ആത്മാവ് വരുമ്പോ അവൻ എണ്ണീറ്റ് നിന്നാണ് നൃത്തമൊന്നും ചെയ്താൽ നമുക്ക് അവനെ പിടിച്ചിരുത്താൻ വകുപ്പില്ല. കാരണം അതാ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും. ഹൃദയങ്ങളിൽ പാട്ട് പാടാൻ വലിയ ട്യൂൺ ആവശ്യമില്ല. ആരും കേൾക്കുന്നില്ലല്ലോ. കണ്ട നമ്മളിൽ പലരും ബാത്റൂമിൽ കയറുമ്പോ പാട്ട് പാടും. അപ്പൊ ആരും പറയത്തില്ല ഇത് ഒത്തോ ഇല്ല. കൊച്ചുമോള് പാടുന്നതിൽ ഇപ്പൊ എല്ലാവർക്കും പാടാനൊക്കത്തില്ല. അപ്പൊ ആരും പറയത്തില്ല ഇത് ഒത്തോ ഒത്തില്ലയോ എന്ന്. ഹൃദയങ്ങളിൽ പാടണം. ഈ ഹൃദയത്തിൽ പാട്ടുണ്ടെന്ന് എങ്ങനെ അറിയാമോ? ഹൃദയത്തിൽ പാട്ടുള്ളവൻ അകത്ത് വരുമ്പോൾ അവന്റെ ആ കത്തൽ എങ്ങനെയെങ്കിലും വെളിയിൽ. കാരണം ഹൃദയത്തിൽ തിങ്ങി നിറയുന്ന ഒരിക്കലും ഹൃദയത്തിൽ ഇരിക്കത്തില്ലെന്ന് വേദോസ്തം പറഞ്ഞു. ഹൃദയത്തിൽ എന്ത് സംക്ഷേപിച്ച് വെച്ചിരിക്കുന്നോ അവൻ അറിയാതെ ഉറക്കത്തിലെങ്കിലും ഇറങ്ങി വരും. അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിൽ സംഗീതമുണ്ടെങ്കിൽ ആ സംഗീതം ആരാധനയിൽ വെളിപ്പെടും. ഹൃദയത്തിൽ സംഗീതമുണ്ടെങ്കിൽ ആ സംഗീതം ആരാധനയിൽ വെളിപ്പെടും. ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും, പുതിയ കാർ വാങ്ങിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഹല്ലേലൂയ. നോക്കൂ, ഇന്ന് രാവിലെ സമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. 1-2 ഭാഗങ്ങളോട് പറയാൻ ഞാൻ ചിന്തിച്ചെങ്കിലും ഇന്ന് പോൽക്കാലം ഞാനത് അവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കേണ്ടത് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കേണ്ടത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ജ്ഞാന ലക്ഷണമാണ്. ഏറ്റവും വലിയ ജ്ഞാന ലക്ഷണമാണ്. നോക്കൂ, നമ്മളുടെ എല്ലാ ജ്ഞാനത്തിന് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെ, അളവില്ലാതെ നമുക്ക് നൽകി തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ഇന്ന് രാവിലെ അല്പസമയം ഞാൻ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ജ്ഞാനം നീ എനിക്ക് നൽകി തരണമേ. വിവേകമുള്ള ഒരു ഹൃദയം നീ എനിക്ക് നൽകി തരുമാറാകണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നോക്കൂ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, അവനെല്ലാം ഉണ്ട്. എന്നാൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യം, എനിക്ക് സമ്പൽ സമൃദ്ധി വേണമെന്നല്ല, എനിക്ക് ആരോഗ്യം വേണമെന്നല്ല, എനിക്ക് ദീർഘായുസ് വേണമെന്നല്ല. അവൻ പറയുന്നത് ഞാനൊരു ബാലനാണ്, കാര്യങ്ങൾ നോക്കി നടത്താൻ എനിക്ക് പോരാ, അറിവ് പോരാ, എനിക്ക് ജ്ഞാനം പോരാ കർത്താവേ. അതുകൊണ്ട് നിന്റെ ജ്ഞാനത്താൽ നീ എന്നെ നിറയ്ക്കണമേ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. ലോകത്തിൽ എത്രയധികം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു, എത്രയധികം പുസ്തകങ്ങൾ ഈ ലോകത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈസ്റ്റേൺ വിസ്ഡം എന്ന് പറയുന്ന കിഴക്കൻ രാജ്യത്തെ ജ്ഞാനമുണ്ട്, ചൈനക്കാരുടെയും അതുപോലെയുള്ള ആളുകളുടെ ജ്ഞാനം. നമ്മുടെ നാട്ടിലെ മഹർഷിമാർ എന്തെല്ലാം ജ്ഞാനമുള്ള കാര്യങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ജ്ഞാനത്തിന്റെ മുത്തുകൾ ശലോമോൻ എഴുതിയ ഈ മുത്തുകളാണ്. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? അവന് ദൈവം ജ്ഞാനം കൊടുത്തപ്പോൾ അളവില്ലാത്ത ജ്ഞാനമാണ് അവന്
കൊടുത്തത്. ഹല്ലേലൂയ. അവൻ ചോദിച്ചതിനേക്കാൾ അധികമുള്ള ജ്ഞാനമാണ് ദൈവം അവന് നൽകുവാൻ ഇടയായി തീർന്നതെങ്കിൽ ഇന്ന് പോൽക്കാലം കർത്താവേ, നിന്റെ ജ്ഞാനത്താൽ നീ എന്നെ നിറയ്ക്കണമേ, നിന്റെ അറിവിനാൽ നീ എന്നെ നിറയ്ക്കണമേ. വിവേകമില്ലാത്തവരുടെ ഹൃദയമാണ് കർത്താവേ ഇരുണ്ടു പോകുന്നത്. നീ എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തരണമേ എന്ന് ഇന്ന് പോൽക്കാലം പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പോരായ്മ നികത്തി തരുവാൻ മതിയായവനാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പോരായ്മ നികത്തി തരുവാൻ മതിയായവനാണ്. ഇന്ന് രാവിലെ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.